കണ്ണൂരേക്ക് പോകുമ്പോൾ കണ്ണൂർ നമ്മൾ ആദ്യം എത്തുന്ന ഏതാ മണ്ഡലം അറിയോ? പയ്യന്നൂരിലേക്കാണ് നമ്മൾ കിടങ്ങുന്നത്. നമ്മൾ തൃക്കരിപ്പൂർ കാലിക്കടവ് കഴിഞ്ഞ് നേരെ പയ്യന്നൂരിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് ഏതായാലും കണ്ണൂർ ജില്ല എന്ന് ആകെ നോക്കാം. ആകെ എത്ര മണ്ഡലങ്ങൾ എന്നുള്ളത് പരിശോധിച്ചുകൊണ്ട് നമുക്ക് വരാം. കേരളത്തിന്റെ വടക്കേറ്റത്തു നിന്ന് വരുമ്പോൾ കാസർഗോഡ് കഴിഞ്ഞ് വരുമ്പോൾ കണ്ണൂരിലേക്ക് നമ്മൾ കയറുന്നു. ആകെ 11 നിയമസഭാ മണ്ഡലങ്ങൾ. പ്രധാനപ്പെട്ട മണ്ഡല ജില്ലയാണല്ലേ? അതായത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടത് മുഖ്യമന്ത്രി മുതൽ പ്രധാനപ്പെട്ട നേതാക്കൾ മത്സരിക്കുന്ന ജില്ല കൂടിയാണ്. അതുകൊണ്ട് തന്നെ UDFന് കാര്യമായ പ്രതീക്ഷകളില്ല. അവിടെ എന്ത് കിട്ടിയാലും അവരെ സംബന്ധിച്ച് നേട്ടവുമാണ്. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഇടതു കോട്ടകൾ ആ നിലയിൽ തന്നെ കഴിഞ്ഞ കാലങ്ങളിലെ തെരഞ്ഞെടുപ്പിലേതുപോലെ തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. പക്ഷേ UDFന്റെ അവരുടെ ഇത്തവണത്തെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ വിവാദങ്ങളിലേക്ക് കൊണ്ടുപോയി. അതിന്റെ ഈ സമീപകാലത്തെ ഈ തെരഞ്ഞെടുപ്പിൽ സവിശേഷമായി വന്നിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ വിഷയമാക്കാൻ ശ്രമിച്ചവയുണ്ട്. സ്ഥാനാർത്ഥിത്വവും അതുമായി ബന്ധപ്പെട്ടൊക്കെ വന്നിട്ടുണ്ട്. ആകെ 11 മണ്ഡലങ്ങൾ. ഇനി നമുക്ക് ഈ 11 മണ്ഡലങ്ങൾ സ്ഥാനാർത്ഥികൾ ഒന്ന് വേഗത്തിൽ നോക്കാം. പയ്യന്നൂരിലേക്ക് ആദ്യം നോക്കാം. പയ്യന്നൂരിലേക്ക് വരുമ്പോൾ വളരെ രസകരമാണ് കാര്യങ്ങൾ. സോറി, അഴീക്കോടാണ് വന്നിരിക്കുന്നത്. ശരി, സാരില്ല, കണ്ടിട്ട് പയ്യന്നൂരാന്ന് തോന്നി. ഇല്ല, അഴീക്കോട് എടുക്കാം. എനിക്ക് കുഴപ്പമില്ല, കണ്ണൂർ ജില്ലയാണെന്നുള്ളൂ. ശരി, അയ്യന്നൂർ അയ്യന്നൂരല്ല, അഴീക്കോട്. കെവി സുമേഷ് സിറ്റിംഗ് MLA. അതെ, കരീം ജ്വല്ലറി, ഒപ്പം തന്നെ KK വിനോദ് കുമാർ, അങ്ങനെ 3 പേര് അത് സിറ്റിംഗ് ആണ്. അവിടെ കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നാണ് LDFന്റെ വിലയിരുത്തൽ എന്ന് പറയുന്നത്. ആ രീതിയിൽ തന്നെ KM ഷാജിയെ തോൽപ്പിച്ച് നിയമസഭയിലേക്ക് കടന്നു വന്ന KV സുമേഷിന്റെ സ്വീകാര്യത മണ്ഡലം തന്നെ വിട്ടുപോയി, ജില്ല വിട്ടുപോയി. അതെ, അതിൽ രസകരമായ കാര്യമുണ്ട്. ഷാജി ആദ്യം കാസർഗോഡ് വന്ന വിചാരിച്ചേ, പക്ഷെ പാതൂർ വരുന്നത് കേട്ടപ്പോൾ ഷാജി അവിടുന്ന് ഓടി മലപ്പുറത്തേക്ക്. ശരി, അടുത്ത മണ്ഡലം സൂക്ഷിച്ച്. അതെ, സൂക്ഷിച്ച്. ഞാൻ വന്നിട്ട് ഇല്ല അപ്പോൾ പാടില്ല, ഇല്ല ധർമ്മടം പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ? മുഖ്യമന്ത്രി, ഒപ്പം തന്നെ VP അബ്ദുൾ റഷീദ്. ഞാൻ ആലോചിക്കുന്നതാ, കാരണം നാളെ വോട്ടെണ്ണലാണ്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ്. തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹം അവിടേക്ക് പോകുന്നു. ഇവിടെ ചില മാധ്യമങ്ങൾ ഉടനെ തന്നെ അദ്ദേഹം വോട്ടെണ്ണും മുമ്പ് തലസ്ഥാനം വിട്ടു. എന്തൊക്കെ തരത്തിലാണ്? എന്റെ അറിവില്, എന്റെ പരിമിതമായ തെറ്റാണ് ചരിത്രം തിരുത്തണം. വിജയിക്കുന്ന സ്ഥാനാർത്ഥി അവിടെ പോയി ഒപ്പിടണം ഭരണാധികാരിയുടെ മുമ്പിൽ, ഒപ്പിട്ട് കൊടുക്കണം, ഫോം പൂരിപ്പിച്ചു കൊടുക്കണം. അതുപോലും അറിയത്തില്ല, പക്ഷേ അത് വായിക്കുന്നവരെ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ കാർഡ് കാണുന്നവരെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന് പറയുന്നത് അത് മാധ്യമപ്രവർത്തനത്തിന്റെ ഭാഗമൊന്നുമല്ല. ഒറ്റ കാര്യം പറഞ്ഞോട്ടെ, ഇന്ന് വന്ന ബ്രേക്കിംഗ് വാർത്തയായിരുന്നു. മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് ബയോയിൽ നിന്ന് മുഖ്യമന്ത്രി എന്നത് മാറ്റി. സംഭവം എന്താണ്? ഇലക്ഷൻ പെരുമാറ്റച്ചട്ടം നിൽക്കുകയല്ലേ? ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത സമയത്ത് തന്നെ അത് മാറ്റി CPIM പോളിറ്റ് ബ്യൂറോ മെമ്പർ എന്നാക്കിയതാണ്. അത് സ്വാഭാവികമല്ല, അത് ചെയ്യേണ്ടതല്ലേ? എന്നിട്ട് അത് ഇന്ന് ബ്രേക്കിംഗ് ന്യൂസ് ആണ്. ഇതിനെയൊക്കെ തെറ്റിദ്ധാരണാജനകമായി ഏതാണ്ട് പരാജയം സംബന്ധിച്ചു, അല്ലെങ്കിൽ അങ്ങനെ തോന്നിപ്പിക്കുന്നു എന്ന വിധത്തിൽ ഉള്ള പ്രയോഗങ്ങളൊക്കെയാണ്. പക്ഷേ സ്ഥാനാർത്ഥിയായി ഇപ്പോൾ ഇത് അദ്ദേഹം മാത്രമല്ല, KPC പ്രസിഡന്റ് ആയിട്ടുള്ള സണ്ണി ജോസഫ് ഇന്ദിരാഭവനിൽ വന്നിരിക്കുകയാണ്. അത് പക്ഷേ വാർത്തയല്ല, വിഷയമല്ല. അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം എവിടെയായിരിക്കും? അദ്ദേഹം കന്റോൺമെന്റ് ഹൗസിൽ വോട്ടെണ്ണൽ ദിവസം ഇവിടെ വന്നിരിക്കുമോ? അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ പോവില്ല. മണ്ഡലത്തിൽ പോകാന്നുള്ളതല്ല, വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് പോവില്ലേ? അതുമായി ബന്ധപ്പെട്ട് നിൽക്കില്ലേ? പ്രശ്നമല്ല. മുഖ്യമന്ത്രി പോകുന്ന നിർമ്മിതിയാണ്. ഈ ഒരു അപനിർമ്മിതിയുടെ ചില ഉദാഹരണങ്ങൾ സൂചിപ്പിച്ചു. ധർമ്മടത്തെ കണ്ടതുകൊണ്ട് പറഞ്ഞു. അടുത്ത മണ്ഡലത്തിലേക്ക് വളരെ വേഗത്തിൽ പോകും, കാരണം 11 എണ്ണം ഉണ്ട് കണ്ണൂർ അല്ലേ? അടുത്ത മണ്ഡലത്തിലേക്ക് പോകുമ്പോൾ ഏതാണ് വരുന്നത്? നമ്മുടെ മുൻപിലേക്ക് എത്തുന്നത് ഇതാ വരുന്നു, ഇരിക്കൂർ. UDFനെ സംബന്ധിച്ച് അവരുടെ വളരെ സ്ട്രോങ് ഹോൾഡായ സ്ഥലമാണ്. സജി ജോസഫ് മത്സരിക്കുന്ന ഇടം കൂടിയാണ്. ഒപ്പം തന്നെ പലതും കേൾക്കുന്നതാണ്, കാരണം വാർത്തകളൊക്കെ ക്ഷമിക്കണം, ഒരു അധികാരത്തിലേക്ക് UDF വരുന്നൊരു സാഹചര്യം വന്നാൽ, KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആയാൽ വന്നാൽ അതൊരു കാര്യമുണ്ട്. ഇരിക്കൂർ എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് കേട്ടോ. ഇരിക്കൂറിന്റെ പ്രധാനപ്പെട്ട വെച്ചാൽ ഈ തൃക്കാക്കരയേക്കാൾ കോൺഗ്രസിന് വിശ്വാസമുള്ള ഇടം കൂടിയാണ് ഇരിക്കൂർ എന്ന് പറയുന്നത്. 8-9 തവണ നമ്മുടെ KC ജോസഫ് ജയിച്ചു പോയ ഇടം കൂടിയാണ്. ഒരു KC ജോസഫിനെ അവിടുന്ന് മാറ്റാൻ കോൺഗ്രസ്സുകാർ വിട്ട പാട് അത് മറക്കരുത്. ഇരിക്കൂർ കഴിഞ്ഞു, കല്യാശ്ശേരിയാണെന്നാണ്. ശരി, കല്യാശ്ശേരി തന്നെ. M വിജിൻ, രാജീവൻ കപ്പച്ചേരി, ഒപ്പം തന്നെ സിറ്റിംഗ് MLA. അതെ, CPIMന്റെ മറ്റൊരു ഉറച്ച മണ്ഡലം, ഇത്തവണയും നിയമസഭയിലേക്ക് പ്രതിനിധീകരിച്ച മണ്ഡലം, വളരെ പ്രധാനപ്പെട്ട മണ്ഡലം തന്നെയാണ് ഇടതുപക്ഷ. നമുക്ക് വേഗം പോകാം. കല്യാശ്ശേരിയിൽ നിന്ന് അപ്പോൾ അഴീക്കോട് കണ്ടു, ധർമ്മടം കണ്ടു, കല്യാശ്ശേരി കണ്ണൂരിലേക്ക് വരുന്നു. കടന്നപ്പള്ളി രാമേന്ദ്രൻ, TO മോഹനൊക്കെ, C രഘുനാഥ്. കഴിഞ്ഞ തവണ മുഖ്യമന്ത്രിക്കെതിരെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ മത്സരിച്ചാണ് ധർമ്മടത്ത് 2021. പിന്നീട് അദ്ദേഹം ഇതേ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയായി നിയമസഭാ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയായി വന്നിരിക്കുന്നു. കണ്ണൂരെ മുൻ മേയറാണ് മോഹൻ. അദ്ദേഹം ഇപ്പോൾ അവിടെ മത്സരിക്കുന്നു. കടന്നപ്പള്ളി വളരെ ഗംഭീരമായി 2 തവണ വിജയിച്ച് നിൽക്കുന്ന കണ്ണൂരിന്റെ മന്ത്രിയായി, കണ്ണൂർ നിയോജക മണ്ഡലത്തിന്റെ മന്ത്രിയായും ഒക്കെ അങ്ങനെ നമ്മൾ ഈ കണ്ണൂരൊക്കെ പോകുമ്പോൾ അവിടെ അദ്ദേഹത്തെ കുറിച്ച് പറച്ചിലുണ്ട്. അതായത് ഏത് വീടിന്റെ അടുക്കളയിൽ വരെ കയറി ചെല്ലാൻ അത്രയും സ്വീകാര്യനായ ഒരാൾ ഇക്കുറി കടന്നപ്പള്ളി
കണ്ണൂരിൽ വിജയിക്കുമോ അതോ കോൺഗ്രസിന് വലിയ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് ലീഗിന്റെ സ്വാധീനമാണ് അവിടെ കോൺഗ്രസിന്റെ മികവായി അല്ലെങ്കിൽ ആ മുന്നണിയുടെ മികവായി പറയാറുള്ളത്. അങ്ങനെ അവർക്ക് അത് തിരിച്ചു പിടിക്കാൻ കഴിയും. മാത്രമല്ല ഇദ്ദേഹം മേയറായിരുന്ന സമയത്ത് ഒരുപാട് ആക്ഷേപങ്ങൾ കേട്ട ആൾ കൂടിയാണ്. ഒരുപാട്. അപ്പോൾ അതിന് ചില സാധനങ്ങളൊക്കെ നാട്ടിൽ തന്നെയാണ് മത്സരിക്കുന്നത്. നമുക്ക് നോക്കാം. അടുത്തത് വരട്ടെ. കൂത്തുപറമ്പ് അവിടെ വരുമ്പോൾ പി കെ പ്രവീണും ജനതാദളുടെ സ്ഥാനാർത്ഥി ജയന്തിയുണ്ട്. അതെ, അതാണ് കൂത്തുപറമ്പ്. അപ്പുറത്തും കാണാം NDA സ്ഥാനാർത്ഥി. വേഗം അവിടെ നിന്ന് നമ്മൾ മട്ടന്നൂരേക്ക് പോവുകയാണ്. സനോജ് മത്സരിക്കുന്ന ഇടം ഷൈല ടീച്ചർ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ കേരളത്തിൽ ചരിത്രത്തിൽ ജയിച്ച മണ്ഡലം കൂടിയാണ്. ഇടതുപക്ഷം സംബന്ധിച്ച് ഭൂരിപക്ഷം എത്രയാണ് എന്ന ചോദ്യം മാത്രമേ ഇടതുപക്ഷത്തിന് ഏറ്റവും വലിയ ഭൂരിപക്ഷം നൽകുന്ന അത് ഇത്തവണ ആ ചോദ്യം മാത്രമേ ഉള്ളൂ. എത്ര ഭൂരിപക്ഷം, അതിലെല്ലാം വേറെ കഥയില്ല. അവിടെ നമ്മൾ മട്ടന്നൂരും കഴിഞ്ഞു. ഇനി പയ്യന്നൂരിലേക്ക് ഞാൻ കുറേ നേരമായി ഇങ്ങനെ കാസർഗോഡ് കടന്ന പയ്യന്നൂർ വഴിയെ പോകാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ് വെയിറ്റ് ചെയ്തു. എന്നാൽ പിന്നെ അതൊക്കെ പൊളിച്ചു കളയാന്ന് ആരോ തീരുമാനിച്ചിട്ടാണ്. പക്ഷേ പയ്യന്നൂർ ഇത്തവണ രസകരമാണ്. മധുസൂദനൻ, വി കുഞ്ഞികൃഷ്ണൻ, AP ഗംഗാധരൻ. രാഷ്ട്രീയ വിവാദം CPIM-ന്റെ ഇടതുപക്ഷത്തിന്റെ ഒരു ഉറച്ച കോട്ടയാണ്. ആ ഉറച്ച കോട്ടയിലാണ് രാഷ്ട്രീയ വിവാദങ്ങൾ കൊണ്ട് ഇടതുപക്ഷത്തെ തളയ്ക്കാൻ കഴിയുമോ എന്ന നോട്ടം UDF നടത്തിയത്. അങ്ങനെയാണ് ഒരു വിസ്മയ പണിയെടുത്തു. അതെ, VD സതീശന്റെ അവകാശവാദമായ വിസ്മയ സ്ഥാനാർത്ഥിയായി കുഞ്ഞികൃഷ്ണന്റെ വരവ് അങ്ങനെയാണ്. പക്ഷേ ഉയർന്ന ഈ രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതാത് സമയങ്ങളിൽ വിശദീകരണങ്ങൾ കൊടുത്തും M സ്വരാജിന്റെ വാർത്താ സമ്മേളനമൊക്കെ ഞാൻ തെരഞ്ഞെടുപ്പ് കാലത്ത് ഓർക്കുകയാണ്. അങ്ങനെ അതിനെ നേരിട്ട് വിശദീകരിച്ച് ഇപ്പോൾ വയനാട്ടിലെ കാര്യമൊക്കെ ചെന്നാൽ കോൺഗ്രസിന് മറുപടി ഇല്ലാതെ നിൽക്കുമ്പോൾ പയ്യന്നൂരിൽ CPIM മറുപടി പറഞ്ഞ് തന്നെയാണ് ആ വിഷയത്തിൽ മുന്നോട്ട് പോയത്. പയ്യന്നൂരിൽ അതുകൊണ്ട് തന്നെ ശ്രദ്ധാകേന്ദ്രമായി മാറി. വളരെ 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 ശ്രദ്ധേയമാണ്. സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ നേതൃനിരയിൽ നിൽക്കുന്ന വളരെ പ്രധാന ചോദ്യം ചോദിച്ചു നമ്മുടെ സണ്ണി ജോസഫിനോട്. എങ്ങനെയുണ്ട് പ്രതീക്ഷ എന്ന്? ചെറിയൊരു പ്രതീക്ഷയ്ക്കുണ്ട്. അങ്ങനെ അദ്ദേഹം പറഞ്ഞ അങ്ങനെ ചെറിയൊരു പ്രതീക്ഷയ്ക്കുണ്ട്. തുടക്കത്തിൽ അങ്ങനെ ആയിരുന്നില്ല പറഞ്ഞത്. ടീച്ചർ ഒന്നോട് മത്സരം കടുത്തുന്നത് കോൺഗ്രസ് തന്നെ സമ്മതിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അതൊരു കടുത്ത മത്സരമാണ്. നല്ല നിലയിൽ UDF-ന്റെ ഒരു സിറ്റിംഗ് സീറ്റും അവർക്ക് നല്ല സ്വാധീനമുള്ള മണ്ഡലമാണ്. അവിടേക്കാണ് ഷൈല ടീച്ചറുടെ സ്ഥാനാർത്ഥിത്വം വന്നിട്ടുള്ളത്. ആ മണ്ഡലം അതെ, മട്ടന്നൂരിന് തൊട്ടപ്പുറത്ത് തന്നെയാണ്. ആ നേരത്തെ പേരാവൂര് മുൻ MLA ആയിരുന്നു ഷൈല ടീച്ചർ. പക്ഷേ ഒരു കാര്യം, മണ്ഡല പുനർനിർണയത്തിന് ശേഷം ആ മണ്ഡലത്തിന് വന്നിട്ടുള്ള മാറ്റങ്ങളുണ്ട്. UDF സ്വാധീന മേഖലകൾ കൂടുതലായി കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അപ്പോൾ അത് പറയുമ്പോഴും കഴിഞ്ഞ തവണ 3000 ചില വോട്ടിന് മാത്രമാണ് ജയിച്ചത്. അതുണ്ട് ഞാൻ ഇപ്പോൾ ഷൈല ടീച്ചറുമായിട്ടൊക്കെ സംസാരിക്കാൻ പറഞ്ഞത് സ്ത്രീകളുടെ ഇടയിൽ വലിയ തോതിലുള്ള ഒരു താല്പര്യവും സ്നേഹവും ഒക്കെ അതുണ്ടായിരുന്നു. അതൊക്കെ വോട്ടായാൽ പേരാവൂരിന്റെ സമീപകാല ചരിത്രം മാറും. നോക്കാം. അപ്പോൾ ഇനി ഏതാണ് വരാനുള്ളത്? ഇനി 1-2 മണ്ഡലങ്ങൾ കൂടി വേഗത്തിൽ വരാനുണ്ട്. തലശ്ശേരി വന്നിട്ടില്ല. അപ്പോൾ ഞാൻ അടുത്ത പ്രതീക്ഷിക്കുന്ന തലശ്ശേരിയാണ്. എന്റെ പ്രതീക്ഷ തെറ്റുമെന്ന് അറിയില്ല. പക്ഷേ തളിപ്പറമ്പാണ് വന്നത്. പയ്യന്നൂര് പോലെ തന്നെ ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ ഈ നിലയിൽ രാഷ്ട്രീയ വിവാദങ്ങൾ കൊണ്ടൊക്കെ അവിടെ ഇപ്പം ഗോവിന്ദന്റെ സ്ഥാനാർത്ഥിത്വം, പക്ഷേ മുമ്പ് പറഞ്ഞതുപോലെ ഇടതുപക്ഷത്തിന്റെ ഒരു ഉറച്ച മണ്ഡലമാണ്. അവിടെ ശ്യാമള ടീച്ചറാണ് മത്സരിക്കുന്നത്. PK ശ്യാമള മത്സരിക്കുന്നു. MV ഗോവിന്ദൻ മാസ്റ്ററുടെ ജീവിത പങ്കാളി എന്ന നിലയിലേക്ക് അവരുടെ സ്ഥാനാർത്ഥിത്വത്തെ ചുരുക്കാൻ മാധ്യമങ്ങളിൽ ചിലതും അതുപോലെ തന്നെ പ്രതിപക്ഷവും ശ്രമിച്ചതിൽ നിന്ന് രൂപപ്പെടുത്തിയെടുത്തു. ഗോവിന്ദൻ്റെ അസംതൃപ്തിയെ സ്ഥാനാർത്ഥിയാക്കി UDF മാറ്റി തീർത്തു. പക്ഷേ അതൊന്നും LDF-നെ സംബന്ധിച്ച് ആ മണ്ഡലം, ആ സുരക്ഷിത മണ്ഡലം അല്ലെങ്കിൽ ആ മണ്ഡലം LDF-ന്റെ ഇത്തവണത്തെയും ആകെ കണ്ണൂർ ജില്ലയിലെ മണ്ഡലങ്ങളിൽ വിജയിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയായി വിലയിരുത്തി തന്നെയാണ് ഇപ്പോഴും ഇടതുപക്ഷം മുന്നോട്ട് പോകുന്നത്. അല്ലേ? ശരി, ഇനി ഏതാ വരാനുള്ളത്? വളരെ വേഗത്തിൽ വരട്ടെ. അടുത്ത മണ്ഡലം പോന്നോട്ടെ. വേഗത്തിലെത്തുമ്പോൾ നമ്മുടെ മുൻപിലേക്ക് വരുന്നു. ഇതാ തലശ്ശേരി വരുന്നു. അവിടെ കാരായി രാജനാണ് മത്സരിക്കുന്നത്. അല്ലേ? വളരെ പ്രധാനപ്പെട്ട ഒരു ഇടം കൂടിയാണ് LDF-നെ സംബന്ധിച്ച്. കോടിയേരി ഷംസീറുമൊക്കെ പ്രതിനിധാനം ചെയ്ത തലശ്ശേരി ഇത്തവണ കാരായി രാജൻ CPM-ന്റെ ജില്ലയിലെ ഏറ്റവും കരുത്തനായ മറ്റൊരു നേതാവ് മത്സരിക്കുന്ന മണ്ഡലം. തലശ്ശേരിയെ സംബന്ധിച്ച് അതുകൊണ്ട് തന്നെ വേറൊന്നുമില്ല. അങ്ങനെ നമ്മൾ 11 മണ്ഡലങ്ങളിലൂടെ സഞ്ചരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സമയം. വളരെ വേഗത്തിൽ സന്തോഷം കൂടി നമ്മളോട് ചേർന്നുണ്ടല്ലേ? നമുക്ക് സന്തോഷോട് ചോദിക്കാം. സന്തോഷ്, ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞത് ഇതൊന്നും ഇനി സന്തോഷം പറയേണ്ടെന്നാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ആളുകൾക്ക് ഈ ഞങ്ങൾ പറഞ്ഞത് ഒന്നുമല്ല. മറ്റേ മിഥുനത്തിൽ പറഞ്ഞ തേങ്ങ അടിക്ക് സ്വാമി എന്ന് പറഞ്ഞ പോലെ സന്തോഷം പറഞ്ഞാൽ മതി. എന്താണ് കണ്ണൂരിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ? കണ്ണൂരിൽ സന്തോഷിന്റെ ഒരു അസസ്മെന്റ് കേൾക്കട്ടെ. അതായത് വളരെ വേഗത്തിൽ പറഞ്ഞു പോകാം. കൃത്യമായും ശരത്തേട്ടറും മനു ഒരു ചിത്രം നൽകിയിട്ടുണ്ട് മണ്ഡലത്തെക്കുറിച്ച്. അതുകൊണ്ട് ഈ മത്സരം നടക്കുന്ന സ്ഥലങ്ങളെക്കുറിച്ച് മാത്രം പറഞ്ഞു പോകുന്നതായിരിക്കും നല്ലത്. അതിലൊന്ന് പേരാവൂർ തന്നെയാണ്. പേരാവൂരാണ് ഇത്തവണ ശക്തമായ ഒരു മത്സരം നടന്ന സ്ഥലം. യഥാർത്ഥത്തിൽ മണ്ഡല വിഭജനത്തിന് ശേഷം പേരാവൂരിന് ഒരു UDF അനുകൂല മണ്ഡലമാണ്. അതിനുശേഷം UDF-ന് ഭരിക്കുന്ന കൂടുതൽ പഞ്ചായത്തുകളുള്ള ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ UDF-ന് മേധാവിത്വം നേടാൻ കഴിഞ്ഞ ഒരു മണ്ഡലം തന്നെയാണ്. ഇത്തവണ ഷൈലജ ടീച്ചർ വന്നതുകൊണ്ട് നല്ല ഒരു മത്സരമുണ്ട്. അതുകൊണ്ട്
അതായത് സാധാരണഗതിയിൽ ഇതുവരെ ഈ മണ്ഡല വിഭജനത്തിന് ശേഷം നടന്ന ഏറ്റവും ശക്തമായ മത്സരമാണ്. അപ്പോൾ കഴിഞ്ഞ തവണയേക്കാൾ കൂടുതൽ ഇത്തവണ LDFന് അതുകൊണ്ട് ഒരു ശുഭപ്രതീക്ഷ വച്ച് പുലർത്താൻ കഴിയുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഈ എക്സിറ്റ് പോളുകളൊക്കെ പറയുന്നത് പോലെ ഒരു UDF അനുകൂല ട്രെൻഡാണ് വരുന്നതെങ്കിൽ തീർച്ചയായും പേരാവൂർ മണ്ഡലം UDFനൊപ്പം തന്നെ നിൽക്കാനാണ് സാധ്യതയുള്ളത്. നേരെ മറിച്ച് ഒരു നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റ് കേരളത്തിലുടനീളം വരികയാണെങ്കിൽ അത് ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലമായി പേരാവൂർ മാറും. അവസാന നിമിഷം വരെ, അവസാന റൗണ്ട് വരെ മണ്ഡലം മാറി മറിഞ്ഞ് നേരിയ ഭൂരിപക്ഷത്തിൽ ഒരു സ്ഥാനാർത്ഥി ജയിക്കും. അത് ഒരു പക്ഷേ ശൈലജ ടീച്ചർക്ക് ഇത്തവണയുള്ള ഈ സ്ത്രീ വോട്ടർമാരുടെയും അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ജെൻസി കിഡ്സ്, നമ്മൾ തിരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് പോയപ്പോൾ കണ്ടതാണ്, പെൺകുട്ടികളൊക്കെ കോളേജിൽ പഠിക്കുന്നവർക്ക് ടീച്ചർക്ക് വലിയ പിന്തുണ കൊടുക്കുന്നുണ്ട്. അതെല്ലാം വോട്ടായി മാറുകയാണെങ്കിൽ പേരാവൂരിൽ ഇത്തവണ ഒരു അട്ടിമറി വിജയം ശൈലജ ടീച്ചർ നേടും എന്ന് തന്നെയാണ് കണക്ക് കൂട്ടേണ്ടതുള്ളത്. മറ്റൊന്ന്, ഈ കണ്ണൂരിൽ മത്സരം നടക്കുന്ന മണ്ഡലം എന്ന് പറയുന്നത് കണ്ണൂരാണ്. ഞാൻ നമ്മുടെ നഗര കേന്ദ്രം കൂടിയായ കണ്ണൂർ മണ്ഡലം. കണ്ണൂർ മണ്ഡലവും പൊതുവെ UDFന് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യമുള്ള ഒരു മണ്ഡലം തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ 2 തവണയും തിരഞ്ഞെടുപ്പുകളിൽ നേരിയ ഭൂരിപക്ഷത്തിനാണെങ്കിലും കടന്നപ്പള്ളി രാമചന്ദ്രൻ ശക്തമായ രീതിയിൽ മണ്ഡലത്തിൽ വിജയിച്ചു വന്നു. ഭൂരിപക്ഷം കുറവായിരുന്നെങ്കിലും അദ്ദേഹത്തിന് വലിയ പിന്തുണയുണ്ടായിരുന്നു. കടന്നപ്പള്ളി തന്നെ ഇത്തവണയും മത്സരിക്കുന്നു. TO മോഹനൻ മറുഭാഗത്തെ മേയർ എന്നുള്ള രീതിയിലും മത്സരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു പ്രവചനാതീതമായ മണ്ഡലമാണ് യഥാർത്ഥത്തിൽ. നമുക്ക് കണ്ണൂരിലെ ഏറ്റവും പ്രവചനാതീതമായ ഇത്തവണ ഉള്ള ഒരു മണ്ഡലം കണ്ണൂർ. അതെ, തീർച്ചയായും സന്തോഷം, അങ്ങനെ മാറ്റിവെക്കാം. പ്രവചനാതീതമാണ് കണ്ണൂരും പേരാവൂരും. വളരെ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കാര്യങ്ങൾ സംസാരിച്ചും പറഞ്ഞും പോകുന്നൊരു സമയമാണിത്. സന്തോഷ്, പക്ഷേ കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിക്ക്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് നല്ല വേരോട്ടമുള്ള കേരളത്തിൽ അത്ര തന്നെ മാർക്സിസ്റ്റ് വിരുദ്ധതയുള്ളൊരു നാട് കൂടിയാണ്. അപ്പോൾ അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഈ തെരഞ്ഞെടുപ്പ് രംഗത്തെ 2 മണ്ഡലങ്ങളാണ് തളിപ്പറമ്പും അതുപോലെ തന്നെ പയ്യന്നൂരും. എല്ലാവർക്കും ഒരു ആകാംക്ഷ ഉണ്ടാകും അതിൻ്റെ ഒരു ഫൈനാലിറ്റി എങ്ങനെ വരും എന്നതിനെ സംബന്ധിച്ച്. ഇടതുപക്ഷത്തെ അവിടെ തോൽപ്പിക്കും അല്ലെങ്കിൽ തോൽപ്പിക്കും എന്ന് പറയുന്ന തരത്തിലൊരു അവസ്ഥയുണ്ടോ, അതോ ഭൂരിപക്ഷം കുറയ്ക്കും, വലിയ തോതിൽ കുറയ്ക്കും, ഇടിവുണ്ടാകും എന്ന് പറയുന്ന ഒരു നിലയുണ്ടോ? എന്താണ് പൊതുവെ അവിടെ വിലയിരുത്തപ്പെടുന്നത്? അതായത് നമുക്ക് പയ്യന്നൂർ തന്നെ പറഞ്ഞു തുടങ്ങാം. പയ്യന്നൂർ മണ്ഡലം എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലെ CPMന്റെ ഏറ്റവും ശക്തി കേന്ദ്രം. 1965 മണ്ഡല രൂപീകരണം മുതൽ ഇതുവരെയുള്ള ഒരു തെരഞ്ഞെടുപ്പിലും ഒരു റൗണ്ടിൽ പോലും UDFന് ലീഡ് നൽകാത്ത മണ്ഡലമാണത്. ഒരു റൗണ്ടിൽ പോലും ഇത്രയും കാലത്തെ ചരിത്രത്തിനിടയിൽ UDFന് ലീഡ് നൽകാത്ത മണ്ഡലമാണ്. ഒരു 30,000 മുതൽ 40,000 വരെയുള്ള വോട്ടിൻ്റെ ഒരു ക്ലിയർ മജോറിറ്റി LDFന് നൽകുന്ന മണ്ഡലം തന്നെയാണത്. ഒരുപാട് പ്രമുഖ സ്ഥാനാർത്ഥികൾ, പിണറായി വിജയനും അതുപോലെ തന്നെ MP രാഘവനും ശ്രീമതി ടീച്ചറും അങ്ങനെ എല്ലാ പ്രമുഖർ മത്സരിച്ച ശ്രദ്ധേയമായ മണ്ഡലമാണ്. ഇത്തവണ വലിയ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായ സർവേകളിലൊക്കെ പയ്യന്നൂർ വലിയ അട്ടിമറി ഉണ്ടാകും എന്നുള്ളതാണ് പലരും പ്രവചിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ മണ്ഡലത്തിലുള്ള ചിത്രം എന്ന് പറയുന്നത് ഈ ബഹുഭൂരിപക്ഷം പഞ്ചായത്തുകളും LDFനൊപ്പം നിൽക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളാണ്. മാത്രമല്ല അത് ഉറച്ച വോട്ടുകളുള്ള ഒരു മണ്ഡലമാണ് പയ്യന്നൂർ. അതുകൊണ്ട് തന്നെ പയ്യന്നൂർ ഒരു അട്ടിമറിക്കുള്ള സാധ്യതയും നിലവിൽ കാണുന്നില്ല. മാത്രമല്ല TI മധുസൂദനൻ്റെ മികച്ച പ്രകടനം കൂടി വിലയിരുത്തപ്പെടുന്നു. അതുകൊണ്ട് പയ്യന്നൂർ മണ്ഡലത്തിൽ LDF ഇത്തവണ വിജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ്. തളിപ്പറമ്പ് എന്ന് പറയുന്നത് ഒരു CPMന്റെ വൻ ശക്തി കേന്ദ്രം എന്ന് കണ്ണൂർ ജില്ലയിലെ ഒരുപക്ഷെ കല്യാശ്ശേരിയോ പയ്യന്നൂരോ ധർമ്മടമോ പോലെ പറയാൻ കഴിയുന്ന മട്ടന്നൂരോ പോലെ പറയാൻ കഴിയുന്ന മണ്ഡലമല്ല. പക്ഷേ തളിപ്പറമ്പ് എന്ന് പറയുന്നത് LDFന് മുൻതൂക്കമുള്ള മണ്ഡലമാണ്. ഒരു 20-25,000 വോട്ടുകൾക്കെല്ലാം സാധാരണഗതിയിൽ LDFന് മുൻതൂക്കം ലഭിക്കാറുള്ള ഒരു മണ്ഡലമാണ്. അവിടെയും ഇത്തവണ UDF ഈ പറയുന്നത് പോലെ CPIയും വിട്ടുപോയ TK ഗോവിന്ദനെയാണ് മത്സരിപ്പിച്ചിട്ടുള്ളത്. നല്ല മത്സരം നടന്നിട്ടുണ്ട് എന്നുള്ളത് കാരണം പ്രചരണ രംഗത്ത് ലീഗായിരുന്നു ഏറ്റവും TK ഗോവിന്ദനെ നയിച്ചത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തളിപ്പറമ്പ് നഗരസഭ ഉൾപ്പെടെ ലീഗ് ഭരിക്കുന്ന നഗരസഭയാണ്. ശക്തമായ മത്സരം നടന്നിട്ടുണ്ട്. പക്ഷേ ആന്തൂർ, പരിയാരവും ആന്തൂരും എല്ലാം ഉൾപ്പെടുന്ന ഇടത് ശക്തി കേന്ദ്രങ്ങൾ ഉൾപ്പെടുന്ന ഈ തളിപ്പറമ്പ് മണ്ഡലവും അങ്ങനെ ഒരു അട്ടിമറി വിജയം UDFന് യാതൊരു സാധ്യതയും കാണില്ല. മലപ്പെട്ട പാർട്ടി ശക്തി കേന്ദ്രങ്ങളാണ് ആന്തൂരും പരിയാരവും മൊറാഴയും മലപ്പെട്ടവും എല്ലാം ഉൾപ്പെടുന്ന ഇടതുപക്ഷത്തിന്റെ വളരെ പാർട്ടി ഗ്രാമങ്ങൾ ഉൾപ്പെടുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ മറ്റൊന്ന് ഈ പാർട്ടിക്ക് അവിടെയുള്ള പാർട്ടി പ്രവർത്തകർക്കെല്ലാം ഒരു പ്രത്യേകത, പാർട്ടി ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളോ അല്ലെങ്കിൽ വെല്ലുവിളിയോ നേടുമ്പോൾ മറ്റെല്ലാം മാറ്റിവെച്ച് പാർട്ടിക്കൊപ്പം നിൽക്കുന്ന ആളുകളുള്ള സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് തളിപ്പറമ്പും LDF ഇത്തവണ ആ വിജയം ആവർത്തിക്കും എന്നുള്ളത് തന്നെയാണ് മറ്റ് വലിയ പ്രശ്നങ്ങളൊന്നും LDFനെ സംബന്ധിച്ച് അവരുടെ ഇടതു കോട്ടകളെ സംബന്ധിച്ച് എങ്ങുമില്ല. ധർമ്മടത്ത് മുഖ്യമന്ത്രിയുടെ ഭൂരിപക്ഷം എത്ര ആയിരിക്കും എന്നതുപോലുള്ള ഇങ്ങോട്ട് വരുമോ എന്നാണ് അവിടുത്തെ ചോദ്യം. അല്ലേ സന്തോഷ്, ധർമ്മടത്തെ മുഖ്യമന്ത്രിയുടെ ഭൂരിപക്ഷം എത്ര എന്നുള്ള ആകാംക്ഷയാണോ ഇപ്പോഴുള്ളത്?
അത് തീർച്ചയായും ഈ പറയുന്ന രീതിയിൽ ധർമ്മടവും അതുപോലെ തന്നെ മട്ടന്നൂർ, ഞാൻ അതുകൊണ്ടാണ് അത് പരാമർശിക്കുക തന്നെ ചെയ്യാത്തത്. ധർമ്മടം, മട്ടന്നൂർ, കല്യാശ്ശേരി ഉൾപ്പെടെ ഈ സ്ഥലങ്ങളെല്ലാം തന്നെ ഭൂരിപക്ഷം മാത്രം നോക്കിയാൽ മതി. അത് ഉയരാൻ തന്നെയാണുള്ള സാധ്യത. കാരണം LDF സർക്കാരിന്റെ പ്രവർത്തന മികവെല്ലാം പരിഗണിക്കുമ്പോൾ ഭൂരിപക്ഷം